ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിതാ അപ്പം നീറ്റ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം 7:30. അപ്പോൾ ഇതാ എണീറ്റ് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വെയിൽ അത്യാവശ്യം ഉദിച്ച് വന്നിട്ടുണ്ട്. ഇന്ന് പോകാനില്ല. അപ്പോൾ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. കാരണം മരുന്ന് കഴിച്ച് കിടക്കുക കാരണം ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ഇന്ന് പോണില്ല, ക്ലാസ്സിനൊന്നും പോണില്ല. കണ്ട വെയിൽ നല്ലോണം ഉദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 7:30 ആകുമ്പോഴേക്കും തന്നെ നല്ല വെയിൽ വരുന്നുണ്ട്. അപ്പോൾ കണ്ടോ വെയിൽ നല്ലോണം ഉദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ക്ലിനിക്കുള്ള ദിവസം രാവിലെ നേരത്തെ എണീക്കും. ഇന്നിപ്പോൾ അങ്ങോട്ടും പോകാനൊന്നും ഇല്ലല്ലോ എന്നുള്ളതിൽ അങ്ങനെ കിടന്നതാണേ. കണ്ടോ നല്ല വെയിൽ വന്നിട്ടുണ്ട്. നമ്മൾ നീറ്റ ഉടനെ നമ്മൾ സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ച് വാരി തുടക്കും കേട്ടോ. മൂച്ചിടയിലൊക്കെ നല്ലോണം സാധാരണ ഞാൻ അങ്ങോട്ട് തുടയ്ക്കാറുണ്ട്, അടിച്ച് വാരാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ മൂച്ചിടയിൽ കുറേ വീണതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് അടിച്ച് വാരാമെന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ രാവിലെ സിറ്റൗട്ടൊന്നും വാരരുതെന്നാണ് പറയുക. അപ്പോൾ അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് നോക്കാറില്ല. അപ്പോൾ അങ്ങനെ അടിച്ച് വാരി തുടക്കും കേട്ടോ. പിന്നെ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് കുളിക്കണം. അതിന് ശേഷം ചായ ഉണ്ടാക്കണം. പരിപാടികൾ ഒരുപാട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഫുൾ ടൈം ലീവല്ലേ, അതുകൊണ്ട് തന്നെ സാവധാനം നമുക്ക് ഓരോ ജോലി ഇങ്ങനെ ചെയ്യാമല്ലോ. അങ്ങോട്ട് പോകാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനി ഞാൻ കുളിക്കട്ടെ കേട്ടോ, കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടിട്ട് കേട്ടോ. ചായക്ക് വെള്ളം വെച്ചു, ചോറിന് വെള്ളം വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ചപ്പാത്തി ഇന്നലെ ചുട്ട് വെച്ച ചപ്പാത്തി ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനും ഉണ്ട്. അപ്പോൾ അത് മതി ഇന്നത്തേക്ക്. പിന്നെ നമ്മൾ ചക്ക കിട്ടിയായിരുന്നു. എനിക്ക് താഴത്തെ വീട്ടിലത്തെ സുമ തന്നതാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ടാണ്. അവിടെ ഒരു ചക്ക കഷ്ണം തന്നപ്പോൾ ഞാൻ അതുകൊണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കറി വെക്കണം, കുറച്ച് വറക്കണം. കാരണം ചക്ക ഇപ്രാവശ്യം എനിക്ക് ചക്ക കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. പഴുത്ത കറിയൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ചക്ക കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ആദ്യത്തെ ചക്കയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ചക്ക കൂട്ടാനും ഉണ്ടാക്കും, ചക്കക്കറി ഉണ്ടാക്കും, ചക്കപ്പേരി ഉണ്ടാക്കും. എല്ലാം ചക്ക കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ചക്കക്കൂട്ടാനായി അങ്ങനെ പോകാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളിനി അത് നുറുക്കിയിട്ട് അതാക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ അരി ഇടാൻ പോയിട്ടോ. അപ്പോൾ ഇതാ ചക്ക ഒന്നല്ലെങ്കിൽ ചക്ക, ഞാൻ അധികം ചക്ക ഇങ്ങനെ കഷ്ണം വെട്ടാറില്ല കേട്ടോ. എനിക്കിങ്ങനെ ചക്ക വെട്ടാൻ ഭയങ്കര പാടാണ്. ഒന്നെങ്കിൽ ചക്ക അല്ലെങ്കിൽ ഞാൻ എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ ചക്ക കഷ്ണിക്കണേ. അപ്പോൾ എന്തായാലും ചക്ക ഏതായാലും കഷ്ണമായിട്ടുണ്ട്. ഇനി അത് മുറിച്ച് സെറ്റപ്പ് ആക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുറച്ച് വറക്കാനും കുറച്ച് കറി വെക്കാനുമാണ് കേട്ടോ മുറിച്ചത്. അങ്ങനെ മുറിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചക്ക ഉണ്ടാക്കി അപ്പം തന്നെ നമ്മൾ ചക്കയിൽ ചക്കക്കുരു ഇടണം എന്നാണ്, അല്ലെങ്കിൽ ചക്ക കരയുന്നതാണ് വർത്താനം കേട്ടോ. അതുകൊണ്ട് തന്നെ 2 കുരും കൂടി അതിലിടാമെന്ന് വിചാരിച്ചു. ചക്കക്കുരു ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും 2 കഷ്ണം ചക്കക്കുരു ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇടുകയാണേ. അപ്പോൾ അതിന് നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. അരിഞ്ഞടുപ്പത്ത് വെച്ച് അപ്പം തന്നെ നമുക്ക് ചക്കക്കൂട്ടാൻ പെട്ടെന്ന് റെഡിയാക്കാം കേട്ടോ. തേങ്ങയൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ അരച്ച് ചക്കക്കൂട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ സാമ്പാറും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാ ഇന്നത്തെ ചക്കക്കൂട്ടാനും അച്ചാറും സാമ്പാറും ഒക്കെ കൂടിയാണ് കേട്ടോ ഇന്നത്തെ ഫുഡ്. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.